കാർത്തിക നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യനും സൺ നക്ഷത്രദേവത അഗ്നിയുമാണ്. അഗ്നി മേടം ആദ്യകാൽഭാഗം, ഇടവം അവസാന മുക്കാൽഭാഗം രാശികളിലായാണ് ഈ നക്ഷത്രം വരുന്നത്. ചോദിച്ച കാര്യങ്ങൾക്കുള്ള വിശദമായ മറുപടി താഴെ നൽകുന്നു. ഭാഗ്യം എപ്പോൾ തെളിയും? ഈ വർഷം നല്ലതാണോ? ഭാഗ്യം തെളിയുന്ന സമയം പൊതുവെ കാർത്തിക നക്ഷത്രക്കാർക്ക് 28 മുതൽ 32 വയസ്സിനുള്ളിൽ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട വഴിത്തിരിവുകൾ ഉണ്ടാകാറുണ്ട്. ആദിത്യദശ, കുജ, ചൊവ്വാദശ, വ്യാഴദശ എന്നിവ ഇവർക്ക് ഗുണകരമാണ്. ഞായർ, ചൊവ്വ ദിവസങ്ങൾ ഇവർക്ക് ഭാഗ്യം നൽകുന്നവയുമാണ്. ഈ വർഷത്തെ ഫലം സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച മാറ്റങ്ങളുണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണിത്. അപ്രതീക്ഷിത ധനലാഭവും തൊഴിലിൽ അംഗീകാരവും ലഭിക്കാം. എന്നിരുന്നാലും അഗ്നിനക്ഷത്രമായതിനാൽ അനാവശ്യ കോപവും എടുത്തുചാട്ടവും നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ചും ഉഷ്ണരോഗങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ വരാതെ ശ്രദ്ധിക്കണം. ബാധദോഷം ബാധിക്കുമോ? കാർത്തിക ഒരു ഉഗ്രനക്ഷത്രമാണ്. സൂര്യന്റെയും അഗ്നിയുടെയും സ്വാധീനമുള്ളതിനാൽ ഇവർക്ക് സ്വാഭാവികമായും ശക്തമായ ഒരു ഊർജ്ജവലയം ഔറ ഉണ്ട്. അതുകൊണ്ടുതന്നെ പെട്ടെന്ന് ബാധദോഷങ്ങളോ ദുർമന്ത്രവാദങ്ങളോ ഏൽക്കാൻ സാധ്യത കുറവാണ്. എന്നാൽ മറ്റുള്ളവരുടെ അസൂയകൊണ്ടുള്ള ദൃഷ്ടിദോഷം, കണ്ണേറ് ഇവരെ വളരെ വേഗം ബാധിച്ചേക്കാം. ചിട്ടയായ ഈശ്വരഭജനം ഉണ്ടെങ്കിൽ എല്ലാവിധ ദോഷങ്ങളെയും എളുപ്പത്തിൽ മറികടക്കാൻ ഇവർക്ക് സാധിക്കും. ഇഷ്ടദൈവം കാർത്തിക നക്ഷത്രക്കാരുടെ പ്രധാന ഇഷ്ടദൈവം സുബ്രഹ്മണ്യസ്വാമിയാണ്. ശിവപാർവതിമാരുടെ പുത്രനായ കാർത്തികേയൻ കൂടാതെ സൂര്യദേവൻ, ശിവൻ, ഭദ്രകാളി എന്നിവരും കാർത്തിക നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് ഫലം നൽകുന്ന ഇഷ്ടമൂർത്തികളാണ്. ദർശനം നടത്തേണ്ട അമ്പലങ്ങൾ: സുബ്രഹ്മണ്യക്ഷേത്രങ്ങൾ. മാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലും ഷഷ്ടിതിഥിയിലും സുബ്രഹ്മണ്യക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമാണ്. ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, പഴനി, കുമാരനല്ലൂർ അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും മുരുകൻ കോവിൽ, പഞ്ചാമൃതം, നാരങ്ങാമാല, ഭസ്മാഭിഷേകം എന്നിവ വഴിപാടായി നൽകുന്നത് നല്ലതാണ്. ശിവക്ഷേത്രങ്ങൾ. ഞായറാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പിൻവിളക്ക് കത്തിക്കുകയും ചെയ്യുന്നത് സൂര്യദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും. ദേവീക്ഷേത്രങ്ങൾ. ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഭദ്രകാളി അല്ലെങ്കിൽ ദുർഗാക്ഷേത്രങ്ങളിൽ രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് ദൃഷ്ടിദോഷങ്ങൾ മാറാൻ ഗുണകരമാണ്. ജപിക്കേണ്ട മന്ത്രങ്ങൾ: നിത്യവും രാവിലെ കുളി കഴിഞ്ഞ ശേഷം കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് താഴെ പറയുന്ന മന്ത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമമാണ്. 1. സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം. ബുദ്ധിമുട്ടുകൾ മാറാനും കാര്യവിജയത്തിനും 9 തവണ ജപിക്കുക. ഓം തത് പുരുഷായ വിദ്മഹി മഹാസേനായ ധീമഹി തന്നോ സ്കന്ധഃ പ്രചോദയാത്. 2. സൂര്യമന്ത്രം. ആരോഗ്യത്തിനും തേജസ്സിനും ഉന്നതിക്കും. ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോരിം സർവപാപഘ്നം പ്രണതോസ്മി ദിവാകരം. 3. സുബ്രഹ്മണ്യ മൂലമന്ത്രം. ഭയമകറ്റാനും തടസ്സങ്ങൾ നീങ്ങാനും. ഓം ശരവണ ഭവായ നമ കുറഞ്ഞത് 21 തവണ ജപിക്കുക. 4. ശിവപഞ്ചാക്ഷരി മന്ത്രം. മാനസിക ശാന്തിക്കും ദോഷപരിഹാരത്തിനും. ഓം നമഃശിവായ 108 തവണ ജപിക്കുന്നത് അത്യുത്തമം. നക്ഷത്രങ്ങളെയും വിശ്വാസങ്ങളെയും കുറിച്ചുള്ള ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇത്തരം കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നക്ഷത്രത്തെക്കുറിച്ചോ ഇഷ്ടദൈവത്തെക്കുറിച്ചോ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റായി ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ മറ്റുള്ളവർക്കും ഗുണകരമാകാൻ അവരിലേക്കും ഷെയർ ചെയ്യുക. ഒപ്പം ലൈക്ക് ചെയ്യാനും മറക്കരുത്.